കുറവുണ്ടാവത്തില്ല. നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവ് നൽകുന്ന കൃപകളും അവിടുത്തെ ശക്തിയും സ്വന്തമാക്കി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അതിശക്തമായി മുന്നോട്ട് പോകും. ഈ മണിക്കൂറിനെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് വലിയ ദാഹത്തോടെ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയമക്കളെ, പരിശുദ്ധ അമ്മ വചനം മാലാഖ് പറഞ്ഞപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വചനങ്ങളൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് സംശയിക്കുന്നവരാ നമ്മളൊക്കെ. അത് സംഭവിക്കില്ലെന്ന് വിചാരിച്ച് ചിലപ്പോഴൊക്കെ വചനം വിട്ടുപോകുന്നവരുമാണ് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലൊക്കെ. അവിടെ പരിശുദ്ധമ്മ ചോദിച്ചു, പുരുഷനെ അറിയാതെ എങ്ങനെ ഗർഭം ധരിക്കും? അതിന് മാലാഖ പറഞ്ഞൊരു ഉത്തരവുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ ഈ വചനം നിന്നിൽ സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വചനം സംഭവിക്കേണ്ട ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ. അതിന് വേറെ ഒരു വഴിയില്ല. നമ്മുടെ കഴിവ് കൊണ്ടോ, നമ്മുടെ ശക്തി കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ സമ്പത്ത് കൊണ്ടോ ഒന്നും കൊണ്ടും വചനം നമ്മിൽ മാംസം ധരിക്കത്തില്ല. അതിനൊറ്റ അടിസ്ഥാനമുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കണം. ഈരടികളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യത്തിൽ അമ്മയെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ആവാസത്താൽ നിറഞ്ഞ് ഈ വചനം സ്വീകരിക്കുവാൻ, വചനം മാംസം ധരിക്കുവാൻ, വചനം സംഭവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. അതുകൊണ്ടോളം പോരായേ, അരയോളം പോരായേ, അതുകൊണ്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടില്ലാതെ കടപ്പാനാകരുതേ, ഓ നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അധികമായി നിറയണമേ. മാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെയായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. മാതാവിൻ്റെ മാധ്യസ്ഥം ഒരുമിച്ച് യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ഈ സുവിശേഷ മഹോത്സവത്തിലായിരിക്കുമ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മോടുള്ള ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ്. ജോഷുവ 1:5 കർത്താവ് പറയാണ്, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും
ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. അതിന് കാരണം പറഞ്ഞതാണ്, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇത് ജോഷിക്ക് മാത്രമുള്ള ഒരു പ്രോമിസ് അല്ല, വാഗ്ദാനമല്ല. ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്, ദൈവജനം. എന്താണ് അവരുടെ ശക്തി എന്നറിയോ? ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെ വസിക്കുന്നുണ്ട്. നമുക്കറിയാം, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പറയുക, നാം ദൈവജനത്തെക്കുറിച്ച് പറയുക, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്രമാത്രം സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ള? പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കൾ, ഇനി അത് പഴയ നിയമം, പുതിയ നിയമത്തിലോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 56-ാം വചനം പറയുക, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവമക്കളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. എന്താണ് ശക്തി? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ജീവിതം അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ ജീവൻ്റെ സമൃദ്ധി, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപകൾ എല്ലാം നിറച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാനവർക്കാണ് അച്ഛൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ ഓഗസ്റ്റ് 27-ാം തീയതി മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ദിനത്തോട് അനുബന്ധിച്ച് അതിന് മുമ്പ് തന്നെ ഞാൻ ഒത്തിരി യുവജനങ്ങളുടെ ഇടയിൽ, കുടുംബങ്ങൾ, ഒത്തിരി ധ്യാനങ്ങൾ, പക്ഷേ അനേകം മക്കളുടെ നിലവിളിയും സങ്കടങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. മോണിക്ക പുണ്യവതിയുമായിട്ട് ബന്ധപ്പെട്ട് അനേകം യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് അനേകം അമ്മമാർ, അപ്പന്മാർ മക്കളെക്കുറിച്ച് സങ്കടത്തോടെ വിളിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കളുടെ പഠനം, ജോലി, ഇതെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നുണ്ട്. എന്നാൽ കട്ടമെന്ന് പറയട്ടെ, തോറ്റുപോകുന്ന മക്കൾ, പരാജയപ്പെട്ടു പോകുന്ന മക്കൾ, അതൊരു വശത്ത്. മറുവശത്ത് ലോകത്തിലേക്ക് നോക്കുമ്പോൾ പൈശാചികതകൾ, ഒത്തിരിയേറെ തിന്മയുടെ ആധിപത്യങ്ങൾ. ഞാൻ എപ്പോഴും പറയും, ഒരു ആത്മീയമായ ഒരു പോരാട്ടം ഇന്ന് നടക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരു സ്പിരിച്വൽ വാർ ഈസ് ഗോയിങ് ഓൺ. പുറത്തേക്ക് നോക്കുമ്പോൾ മാധ്യമങ്ങൾ, പൈശാചികമായ ആഭിചാര്യം, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്ര പ്രവൃത്തികൾ, വശീകരണത്തിൻ്റെ ശക്തികൾ, ഒത്തിരി തിന്മയുടെ യുദ്ധങ്ങൾ, മാത്രമല്ല ലഹരി, അനേക മക്കളെ പാപത്തിലേക്ക്, തിന്മയിലേക്ക്, പൈശാചിക പീഡകളിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. നമുക്കറിയാം, ഇന്നത്തെ സിനിമകൾ പൈശാചികതകളാൽ നിറയപ്പെട്ട് വയലൻസ്, മ്ലേച്ഛത, ക്രൂരത. ഞാനൊക്കെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കൊച്ചി രൂപതയിലെ അഭിമന്യ പിതാവ് മക്കളോട് അദ്ദേഹം മക്കളോട് സംസാരിക്കുക. പിള്ളേർക്ക് പിതാവിൻ്റെ ഉപദേശമൊന്നും കേട്ടിട്ടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല, ഒക്കെ ബോറടിക്കുക. പിതാവ് മനസ്സിലായി, ഇതൊന്നും യുവമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിതാവ് റൂട്ട് മാറ്റിയിട്ട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയൊക്കെ ഏതാന്ന് വെച്ചു. അപ്പോൾ ഇവർക്ക് ഒന്നുകൂടി ഒരു ഗുമ്മായി. പിള്ളേർ ചാടിക്കേറി അത് ഇൻവോൾവ് ആകാൻ തുടങ്ങി. ഇവർ ചാടി പറയണം, 3 സിനിമ പേര് പറഞ്ഞു. 1 ആവേശം, 2 മഞ്ഞുമൽ ബോയ്സ്, 3 പ്രേമല്ലു. 3 സിനിമകളാണ് പറഞ്ഞു. ഭയങ്കര ആവേശം കൊണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ വീഡിയോ ഒക്കെ ഉണ്ട്, നമുക്ക് വീഡിയോ കിട്ടും, നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്, ഈ പിതാവിൻ്റെ ക്ലാസ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട പിള്ളേർ ഇൻറ്ററാക്ഷനും ഒക്കെ. അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിനിമകളെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ച്, ഇതെന്താ ഈ പിള്ളേർ ഇത്ര ഇൻവോൾവ് ആണ് കാര്യം എന്താണ്? ഈ 3 സിനിമയും യുവത്വത്തിൻ്റെ തിളപ്പിൽ മദ്യപാനം, കൂട്ടുകെട്ട്, പബ്, കറങ്ങാൻപോക്ക്, അതോടൊപ്പം തന്നെ തെറ്റായ സ്നേഹബന്ധങ്ങൾ അടിച്ച് പൊളിച്ച് നശിപ്പിക്കുന്ന മക്കളുടെ ജീവിതത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അടിച്ചിറക്കിയ പൈശാചികമായ സിനിമകൾ. അതിലൊരു പാട്ടുണ്ട് ആവേശം എന്ന സിനിമയിൽ.
കിടന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാവേലിക്കര കൺവെൻഷൻ ഇപ്പോൾ അത് ഞാൻ ഒന്ന് പറഞ്ഞോളൂ. ആ പള്ളിയിലെ പിള്ളേരൊക്കെ പാടെ കൂടി പാട്ടങ്ങോട്ട് പാടി. പാട്ടെന്നറിയോ? മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിട്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണദോഷങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ട് അവകാശം, സുഖസന്തോഷമാണ് പ്രധാനം. ഇതാണ് പാട്ടിൻ്റെ ഇരടികൾ. അതായത് മാതാപിതാക്കൾ അനുസരിക്കാൻ മനസ്സില്ല, ഇനി അങ്ങോട്ട് തന്നിട്ട കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്. സത്യം പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥകൾ. ഗുണദോഷങ്ങൾ വേണ്ട, ഇതൻ പാത എൻ അധികാരം, തന്നിട്ടമാൽ ജീവിക്കുന്ന മക്കള്, ഇതിന് പിന്നാലെ പോകുന്ന പ്രമോട്ട് സിനിമകള്, അതിൻ്റെ പിന്നാലെ പോയാൽ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ജീവിക്കാൻ ഒറ്റ ജീവിതമുള്ളൂ. അതെന്താണ്? ഈശോ പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ തിരുവചന ഭാഗത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുടുംബമാകട്ടെ, പൗരോഹിത്യാകട്ടെ, ബിസിനസ് ആകട്ടെ, പഠനമാകട്ടെ, ജോലിയാകട്ടെ, എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ മക്കളാണോ അവർക്ക് ജീവിക്കാൻ ഒറ്റ വഴിയുള്ളൂ. അത് ഈശോ ഒരു ഉപമയിലൂടെ വ്യക്തമായി സ്പഷ്ടമായി പറയുക. എന്താണ്? തൈത്തണ്ടിനോട് അതിൻ്റെ ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. ഇറ്റ്സ് എ മസ്റ്റ്, നിർബന്ധമാണ്. ദൈവമക്കളെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ഇവിടെ ഞാൻ പറയും, ഒരു ശാഖ ഇത് ശരിക്കും ധ്യാനിക്കണം. നമ്മളിന്ന് പല കാര്യങ്ങൾ കേൾക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തോ, അനുഗ്രഹിക്കപ്പെടണോ ഒരു ജീവിതം വേണം. ആ ജീവിതം വേണം ദൈവത്തോട് ചേർന്ന്. എങ്ങനെയാണ്? തായ്തണ്ട് അതിൻ്റെ ശാഖ അതിൻ്റെ തായ്തണ്ടിനോട് എങ്ങനെ ചേർന്ന് നിൽക്കുന്നുവോ അതുപോലെ ശാഖയാകുന്ന നമ്മൾ പ്രിയപ്പെട്ട മക്കളെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അവിടെ ഈശോ പറയുന്നുണ്ട്, അവിടെ അവന്മാര് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം ഈശോ പറഞ്ഞ കാര്യമാണ്, വളരണം. ഒരു ശാഖ എങ്ങനെയാണ് വളരുന്നത്? അത് വളരും തോറും, പൊങ്ങും തോറും, നീളും തോറും തായ്തണ്ടിനോട് ബന്ധം ആഴപ്പെടുത്തി ഉറപ്പിച്ച്, ബന്ധം ഉറപ്പിച്ച് ബലപ്പെടുത്തിയിട്ടേ പൊങ്ങത്തുള്ളൂ. ഇന്ന് എന്നെ വിളിക്കുന്ന മിക്കവാറും ഒരു 100 കണക്കിന് പേര് വിളിക്കും. സത്യം പറഞ്ഞ ഈ മക്കളുടെ അവസ്ഥകൾ, അമ്മയെ തല്ലുന്ന, അപ്പനനുസരിക്കാത്ത, നശിപ്പിക്കുന്ന, അടിച്ച് തകർക്കുന്ന, ഈ മൊബൈലിന് അടിമപ്പെട്ടു പോയ, പഠനം മുടങ്ങിപ്പോയ, എല്ലാം കൊണ്ട് നശിച്ച് അടങ്ങി ഒടുങ്ങിപ്പോയ അനേകം മക്കളുടെ ജീവിതങ്ങൾ. സത്യം പറയട്ടെ, ഇത് കേൾക്കുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഡിപ്രഷനാവും. പിന്നെ അവിടെ നിത്യാരാധനയുണ്ട്. ആരാധന മുമ്പിൽ പോയിരുന്ന് ഈ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ മക്കള് ഈശോയോട് ചേർന്ന് ജീവിക്കാത്തതിൻ്റെ അവസ്ഥ. ഇവിടെയൊക്കെ ഈ അമ്മമാരും അപ്പന്മാരും പറയും, ഒരു പറഞ്ഞ കേട്ടോ, അച്ഛനറിയോ എൻ്റെ മോൻ 10ാം ക്ലാസ് വരെ, ബാക്കി നിങ്ങൾ പറ, 10ാം ക്ലാസ് വരെ അൾത്താരയിലായിരുന്നു. 10ാം ക്ലാസ് വരെ. ഇപ്പോഴോ? ഇപ്പൊ പള്ളിപ്പോക്കില്ല, ഉദാശയില്ല, കുടുംബ പ്രാർത്ഥന ഇല്ല, ഫുൾ ടൈം 24 മണിക്കൂറും മൊബൈൽ. ഈ അടിമത്തോട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയോട് ചേർന്ന് ഈ ബന്ധം എന്ന് പറയുന്നത് 10ാം ക്ലാസ് വരെയില്ല, മരിക്കണവരെ ഈശോയോട് ആഴപ്പെട്ട ബന്ധം പുലർത്തി ഈശോയിൽ വളർന്ന് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് നമ്മൾ ജീവിക്കണം, നമ്മൾ വളരണം. അങ്ങനെ വളർന്നാൽ ഈശോ പറയുന്നത്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ, ബാക്കി പറ ഈശോ പറഞ്ഞ്, ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇറ്റ്സ് എ പ്രോമിസ്, മാറ്റമില്ല. തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നിങ്ങൾ ഓർത്തോളം, നമുക്ക് 2 വഴിയുള്ളൂ.
രണ്ടേ രണ്ട് വഴി. അത് അച്ഛനാണേലും കന്യാസ്ത്രീയാണേലും അപ്പനാണേലും അമ്മയാണേലും മക്കളാണേലും ദൈവമക്കളെ നമുക്ക് രണ്ട് വഴി. ഒന്നുകിൽ ഈശോ പറഞ്ഞ പോലെ ദൈവത്തോട് ചേർന്ന് ഈ തൈത്തണ്ടിനോട് ശാഖയെന്ന പോലെ വളരാം. ഇനി അല്ലെങ്കിൽ വേറെ വഴിയെന്നറിയോ? പിശാചിനെ കേട്ട് അവൻ പറയുന്ന വഴിയിലൂടെ ചരിച്ച് നശിച്ച് അടങ്ങി ഒടുങ്ങാം. ഇതിനിടയിൽ ഇടവഴികളില്ല. അതുകൊണ്ട് നോക്കിയോ, ദൈവത്തെ വിട്ട് കൂദാശ വിട്ട് ഈ അൾത്താരെ വിട്ട് നമ്മുടെ മക്കൾ പടിയിറങ്ങി പോണ്ടോ? നിങ്ങൾ നിശ്ചയിച്ചോ, ഉറപ്പിച്ചോ? ആ മകൻ ആ മകൾ പിശാചിന്റെ പിടിയിൽ നശിച്ച് അടങ്ങി ഒടുങ്ങും. ഈശോ പറഞ്ഞു, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ച് എറിയപ്പെടും. അത് ഉണങ്ങിപ്പോകും, ഒന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ദൈവത്തെ കൂടെ നിർത്താന്നുള്ളത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറയാണ്, ദൈവത്താൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ട് ദൈവിക ജീവനാൽ നിറയപ്പെട്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ കുർബാനയിലൂടെ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനെ അതുപോലെ ചേർത്ത് പിടിച്ചാൽ ഞാൻ പറയും, നമ്മെ നശിപ്പിക്കാനോ തകർക്കാനോ നമ്മെ അടിമപ്പെടുത്താനോ ഒരു പിശാചിനോ ഒരു തോൽവിക്കോ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല. എന്നാൽ ഞാനെന്ന് പറയും, ചിലപ്പോഴൊക്കെ ഞാൻ ഈ ഭൂതോച്ചാടന മേഖലയിലും ഡെലിവറൻസ് മേഖലയൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ക്രിസ്ത്യാനിയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ഒരു മുട്ടയിൽ തീരാവുന്ന പവറുള്ളൂ. ഒരു മുട്ട, ഒരു ആഭിചാര്യം. ചിലർക്ക് ഒരു എണ്ണച്ചാ എന്നോട് അടുത്ത് പറയാം, ഒരു 6 മാസം മുമ്പ് എൻ്റെ കടയുടെ ഫ്രണ്ടിൽ ഒരു മുട്ട അന്ന് തുടങ്ങി വെച്ചാ അധോഗതി എൻ്റെ കടയുടെ. ഇന്ന് ഞാൻ പറഞ്ഞു വരിക, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ, നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ, നമ്മുടെ ജോലി, ബിസിനസ്, പൗരോഹിത്യം എല്ലാം നശിപ്പിക്കാൻ ഈശോ പറഞ്ഞു, 1 പത്രോസ് 5:8, നിങ്ങൾ ശത്രുവായ പിശാച് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട്. അതോർത്തോളം ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പട്ടം മലങ്കര ഫൊറോന കൺവെൻഷൻ ചെയ്യുക. ആ സമയത്ത് എനിക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ അവിടെ നാർക്കോട്ടിക്കിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, നമുക്കറിയാം കാര്യങ്ങളൊക്കെ, അതേ പറയാം, പണ്ടൊക്കെ ഒരു മദ്യപാനി ആകണമെങ്കിൽ പലവട്ടം മദ്യപിക്കണം, പലവട്ടം ഞാൻ മദ്യപാനിയാവുള്ളൂ. എന്നാൽ ഇന്ന് ഒരു അടിമത്തത്തിലേക്ക് പോകുമ്പോൾ ഒരേ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ആ വ്യക്തി ആ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പൈശാചികമായ ലഹരിയുടെ മേഖലയാണ്. ഒറ്റ പ്രാവശ്യം. നമ്മുടെ മക്കളിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ തിന്മകൾ, പൈശാചിക ശക്തികൾ, വശീകരിച്ചു കൊണ്ടുപോകുന്ന വശീകരണ യന്ത്രങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രലോഭനങ്ങളാൽ നിറയപ്പെട്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവത്തിൻ്റെ ശക്തി അതുപോലെ നമ്മുടെ കൂടെ വേണം. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ബൈബിളിനെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവമക്കളോട് ഈശോ ഒരു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ അറിയണം നമ്മൾ ആരുടെ മക്കളാ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ്. ആ മക്കള് അറിയണം, എൻ്റെ അപ്പൻ സ്വർഗസ്ഥനായ പിതാവാണ്. ആ പിതാവാരാ? വിശ്വാസ പ്രമാണം, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവം എൻ്റെ അപ്പനാ. ആ അപ്പൻ്റെ മക്കളാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ അപ്പൻ്റെ മക്കളെ പോലെ അപ്പനിൽ വിശ്വസിച്ച്, അപ്പനെ ആശ്രയിച്ച്,
അപ്പൻ ബന്ധത്തിൽ നാം ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഒരു 7 യാചനകൾ ഈശോ ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്താണ്? അങ്ങയുടെ നാമം പൂജിതമാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ നാമം, ഇപ്പം നമ്മുടെ കുടുംബജീവിതം, എൻ്റെ പൗരോഹിത്യം, നമ്മുടെ ജോലി, മക്കളുടെ പഠനം, ഇതെല്ലാം എങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. അപ്പൻ്റെ നാം പൂജിതമാകുന്നത് മക്കളുടെ ജീവിതം കണ്ട. ഇന്ന് ഓർത്തൊക്കെ, നിന്റെ കുടുംബം കണ്ട്, നിന്റെ ജീവിതം കണ്ട്, നിന്റെ പഠനം കണ്ട്, വിജയം കണ്ട്, ബിസിനസ് കണ്ട് അപ്പൻ്റെ നാമം പൂജിതമാകുമോ? ഇനി 2, അപ്പൻ്റെ രാജ്യം വരണം. നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറയാ, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സുവിശേഷം? സുവിശേഷം എന്താ? ഇപ്പം നമ്മൾ സുവിശേഷ മഹോത്സവത്തിലാണ്. എന്താണ് സുവിശേഷം? മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താ ദൈവരാജ്യം? ദൈവം വസിക്കുന്ന രാജ്യം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ പൗരോഹിത്യത്തിൽ, എൻ്റെ പഠനത്തിൽ, എല്ലാ മേഖലയിലും ദൈവമേ നിന്റെ സാന്നിധ്യം നിറയണം. നീ ഭരിക്കണം, നീ നിയന്ത്രിക്കണം, നിന്റെ ഹിതം നിറവേറണം. അടുത്തെന്താണ്? അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. നമ്മുടെ മനസ്സല്ല, ദൈവത്തിൻ്റെ മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർത്തോ, അപ്പൻ്റെ മക്കളായിട്ട് ജീവിക്കുകയും അപ്പനിൽ വിശ്വസിക്കുകയും അപ്പനെ ആശ്രയിക്കുകയും അപ്പനെ വിളിച്ച് ഇടപെടുത്തുകയും ചെയ്താൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സകലമാന വ്യാപാരങ്ങളിലും ഉദ്യമങ്ങളിലും പ്രവൃത്തികളിലും എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പൻ്റെ പ്രവൃത്തി, അപ്പൻ പ്രകടമാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ദൈവം നിറവേറ്റും. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വചനം പറയുന്നുണ്ട്. അവിടെ പറയാണ്, വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ലല്ലോ, അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യപുത്രനുമല്ല. അവിടെ പറയാണ്, പറഞ്ഞത് അവിടുന്ന് ചെയ്യാതിരിക്കുമോ? പറഞ്ഞത് അവിടുന്ന് നിറവേറ്റാതിരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം നിറവേറ്റിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പനെ വിശ്വസിക്കാം. ഈശോ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ദൈവ പരിപാലനയിൽ ആശ്രയിക്കാം. അടിച്ച പറഞ്ഞത്, നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് അറിയാം. അപ്പനെ വിളിച്ചിടപെടുത്തുക. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഈ ജോഷയുടെ ഗുരുവാരാണ് മോശ. അപ്പോൾ ദൈവം പറഞ്ഞാണ്, ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ജോഷുവായും മോശയും ഒക്കെ ദൈവത്തെ അതുപോലെ കൂടെ നിർത്തി ദൈവത്തിന് വേണ്ടി ആഗ്രഹിച്ചു. എൻ്റെ ദൈവമക്കളെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പൻ്റെ സാന്നിധ്യം, അപ്പൻ്റെ മനസ്സ്, അപ്പൻ്റെ വലിയ ശക്തി, അപ്പൻ്റെ നാമം, അത് മഹത്വപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഇടപെടും. നമുക്കറിയാം, ഈ മോശ എപ്പോഴും ദൈവത്തെ കൂടെ നിർത്തി. ഒരിക്കൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ ഈ ദൈവത്തെ വിട്ടു. അവർ കാളക്കുട്ടി ഉണ്ടാക്കി, കാളക്കുട്ടിനെ ആരാധിക്കുക, ദൈവത്തെ മറന്നു. അങ്ങനെ കാളക്കുട്ടി ആരാധിച്ചപ്പോൾ ദൈവം പറയാണ്, എടാ മോശ, നിന്നെ ജനം കാണിക്കണ കണ്ടില്ലേ, ഞാൻ മോചിപ്പിച്ചു, ഞാൻ കൊണ്ടു നടന്നു, മരുഭൂമിയിൽ ചങ്ങളിൽ 2ആയി പിളർന്ന് മന്ന ഭക്ഷിച്ച് കാടപ്പക്ഷിയെ നൽകി, തണലേകി, ചൂടേകി എൻ്റെ മക്കളെ ഇതുവരെ എത്തിച്ചിട്ട് ഇപ്പോൾ അവർ എന്നെ മറന്നു. അതുകൊണ്ട് കർത്താവ് പറയുക, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വചനം, കർത്താവ് പറയുക, ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല.
നിങ്ങൾ പോയിക്കോ, ദൈവം കൈവിട്ടു, നിങ്ങൾ പോയിക്കോ, ദൂതനെ വിടാം. നമുക്കറിയാം ഇസ്രായേൽ ജനം ഒരു യാത്രയില്ല വാഗ്ദത്ത നാട്ടിലേക്ക്. അപ്പോൾ ദൈവമില്ല. അപ്പോൾ മോശയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും വേദനിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടത് എപ്പോഴാണെന്നറിയോ? ഹലോ, എപ്പോഴാണെന്നറിയോ? ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടുമ്പോഴാണ്. ദൈവം കൂടെ ഉണ്ടോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നും പഠിക്കണ്ട. ദാവീദ് പറഞ്ഞില്ലേ, കർത്താവ് 24 സങ്കീർത്തനം എന്താ പറഞ്ഞേ? കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. അതുറപ്പാ. ദാവീദിനറിയാം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞേ, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും അത് വരും. ഈ ലോകത്തില്, ഈ ശരീരത്തില്, ഈ ജഡത്തില്, ഈ പൈശാചിക സ്വാധീനമുള്ള ഈ ലോകത്തില് നമ്മളൊക്കെ അങ്ങനെയൊക്കെ നടക്കേണ്ടി വരും. അങ്ങനെ വന്നാലും ഞാൻ ഭയപ്പെടില്ല. കാരണം എന്താ? കർത്താവിൻ്റെ കൂടെയുണ്ട്. ഇതാ നമ്മുടെ ബലം. അതുകൊണ്ട് മോശ ദൈവത്തോട് പറയാ, ദൈവമേ നീ വന്നേ പറ്റൂ. അതിനുവേണ്ടി മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. 31 അധ്യായത്തിൻ്റെ 7 മുതൽ തിരുവചന ഭാഗം എന്താണെന്നറിയോ? ഈ മോശ ഇസ്രായേൽ ജനം പാളയമടിക്കുന്ന സംഭവമുണ്ട്. അങ്ങനെ പാളയമടിക്കുമ്പോഴൊക്കെ മോശ ചെയ്ത പ്രവൃത്തിയാണ്, പാളയത്തിന് വെളിയിൽ അല്പം ദൂരെയായിട്ട് ഒരു കൂടാരടിക്കും. കൂടാരം അവനതിനെ വിളിച്ച പേരാണ് സമാഗമ കൂടാരം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ വേണം. എന്താണ് സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ? ദൈവത്തെ കാണാനും ദൈവത്തെ കേൾക്കാനും ദൈവത്തോട് പറയാനും അങ്ങനൊരു സ്ഥലം, അതിനെ സമാഗമിക്കാനുള്ള സ്ഥലം. നമ്മുടെ നിത്യാരാധന, നമ്മുടെ ദേവാലയം, സക്രാരി കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഈശോയെ സ്വീകരിച്ചിട്ട്, എൻ്റെ ഈശോയെ നിന്റെ വീട്ടിലെ പ്രാർത്ഥനാ മുറി, ഈശോയെ കണ്ടുമുട്ടാൻ, ഈശോയോട് പറയാൻ, ഈശോയോട് ചോദിക്കാൻ, ഈശോയോട് ശക്തി ചോദിക്കാൻ, ബലം ചോദിക്കാൻ, എൻ്റെ മക്കളെ ഈശോയുമായിട്ട് ആഴപ്പെട്ട വ്യക്തിപരമായ ബന്ധം വേണം. അവിടെ 31 അധ്യായത്തിൻ്റെ 7-ാം വചനം വായിക്കുന്നുണ്ട്. 11-ാമത്തെ വചനം. അവിടെ ഇങ്ങനെ പറയുന്നത്, സ്നേഹിതനോടെന്ന പോലെ ദൈവമായ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, മക്കളെ ദൈവത്തോട് നമുക്ക് ആഴപ്പെട്ട ബന്ധം വേണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. എൻ്റെ മക്കളെ കൂടെ വസിക്കണം, ഇമ്മാനുവൽ, എൻ്റെ മക്കളെ ബലപ്പെടുത്താൻ. അതല്ലേ പുറപ്പാട് 14:14 കർത്താവ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇന്ന് എല്ലാവർക്കും ഭയങ്കര ആകുലതയാണ്, ഭയങ്കര സ്ട്രെസ്, ഉത്കണ്ഠ, ഭയം, ഒത്തിരിയേറെ പ്രശ്നങ്ങളാണ്. എന്താണെന്നറിയോ? ഈ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ ഇടപെടൽ നമ്മൾ അനുഭവിക്കണില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ദൈവബന്ധമില്ല. ഞാൻ പറഞ്ഞില്ലേ, 10ാം ക്ലാസ് വരെ ദൈവബന്ധം. ഇന്നിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഒത്തിരിയേറെ ധ്യാനങ്ങൾ കൂടുന്നു, ഒത്തിരിയേറെ കൺവെൻഷൻ കൂടുന്നു, ഒത്തിരിയേറെ വചനം കേൾക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് എന്തുമാത്രം ആഴപ്പെട്ട ബന്ധമുണ്ട്. അവിടെയാണ് മോശ. അവന് ദൈവത്തോട് സംസാരിക്കും, ദൈവം അവനോട് സംസാരിക്കും, മുഖാഭിമുഖം. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ മോശയോട് ദൈവം പറയാ, മോശേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പം മോശ പറയാണ്, അപ്പം എന്താ നോക്കിട്ടോ, കർത്താവേ ഞാൻ അങ്ങയുടെ പ്രീതി നേടിയിട്ടുണ്ടല്ലേ, നിങ്ങളോട് അങ്ങനെ പറയണം. നമ്മുടെ കർത്താവ് പറയാ, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ എൻ്റെ പ്രീതി നേടിയിട്ടുണ്ട് മോനെ ആ ബന്ധത്തിൽ. അങ്ങനെ മോശ പറയാ, കർത്താവേ എന്നിട്ടും എന്താണ് ഞങ്ങളുടെ കൂടെ വരാത്ത? അങ്ങ് വരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. ഇന്ന് അനേക മക്കൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ പറയും,
നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും എങ്ങ് തോൽക്കില്ല. ലഹരി വരും, പ്രശ്നങ്ങൾ വരും, പ്രലോഭനം വരും. പക്ഷേ ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, ദൈവം പറയാണ്, നമ്മൾ അങ്ങനെയൊക്കെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാണ്ടല്ലോ, എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ കൂടെ വരും. കാരണം നമ്മുടെ കൂടെ വസിക്കാനാ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന്. അതുകൊണ്ട് നമ്മൾ മറ്റൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മാതാപിതാക്കളെ ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കള് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ, OET പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ, വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ, വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ? നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കി. എന്തിന്? എൻ്റെ കൊച്ചിന് ഈശോയെ കിട്ടണം, എൻ്റെ കൊച്ച് ഈശോയിൽ വളരണം. വേണ്ടല്ലോ, വിദേശത്ത് പോയ അനേകം മക്കൾ കാനഡയിൽ പോയി, UK പോയി, ജർമ്മനി പോയി. ഇന്ന് വിളിയോട് വിളിയ, അച്ഛാ പാർട്ട് ടൈം ജോലിയില്ല, ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല, പട്ടിണിയാണ്, ആകെ പ്രശ്നമാണ്, കെട്ടുപോയി, ലോൺ എടുത്ത് 10-30 ലക്ഷം ലോൺ എടുത്തേക്കാം, അച്ഛാ മുന്നോട്ട് പോകാൻ പറ്റണില്ല. നിരാശപ്പെട്ട് വിളിച്ചിട്ട് പല മക്കളെയും, സത്യം പറയാം, പല മക്കളെയും, എനിക്കവിടെ കുറേ ബന്ധങ്ങളുണ്ട്, പല ബന്ധങ്ങളുള്ള അവസ്ഥയിൽ ഭക്ഷണത്തിന് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. ഇവിടുന്ന് പോയ മക്കൾ, എൻ്റെ മക്കളെ, കർത്താവില്ലാതെ നീ അവിടെ ചെന്ന വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ഉദാശയില്ല, അത് വേറെ ലോകം. ഞാൻ പറഞ്ഞു വരിക, നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ട. അതാണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞ 31-ാം വചനം, നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ചോ, ബാക്കിയെല്ലാം നൽകപ്പെടും. ഇന്ന് നമ്മുടെയൊക്കെ പ്രാർത്ഥന, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ മക്കൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ, ദൈവത്തെ കൂടെ നിർത്തി യുദ്ധം ചെയ്യേണ്ടതിന് പകരം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോൾ ദൈവത്തെ കൈവിട്ടുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മോശ പറയാണ്, നീ കൂടെ വരണം. അങ്ങനെ പ്രാർത്ഥിച്ചാണ്ടല്ലോ, ദൈവം നമ്മുടെ കൂടെ വരും. ദൈവം വന്നാൽ യുദ്ധം ചെയ്യും. ദൈവം വന്നാൽ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തും. നിനക്ക് എന്താ വേണ്ടേ? അതാണ് നമ്മൾ ദൈവത്തെയൊക്കെ വിളിക്കുന്ന പേരുണ്ട്, സർവാധിപൻ, സർവശക്തൻ. സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ സ്വഭാവം എന്താണ്? എന്തു വന്നാലും അവൻ ദൈവത്തെ വിളിക്കും. പാപം ചെയ്താലും ദൈവത്തെ വിളിക്കും, ശത്രു വന്നാലും ദൈവത്തെ വിളിക്കും, രോഗം വന്നാലും ദൈവത്തെ വിളിക്കും. എന്നിട്ട് 57-ാം സങ്കീർത്തനം 2-ാം വചനത്തിൽ ദാവീദ് പറയാ, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന സർവശക്തനായ ദൈവത്തെ തന്നെ. അത്യുന്നതനായ ദൈവം, അത്യുന്നതൻ, സർവാധിപൻ, സർവശക്തൻ, ആ ദൈവത്തെ വിളിച്ചാൽ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ആ ദൈവം വരും. ദൈവം വരും. പക്ഷെ അങ്ങനെ വിളിക്കണമെങ്കിൽ എന്ത് വേണം? ആ ദൈവത്തോട് ആഴപ്പെട്ട ബന്ധം വേണം. അങ്ങനെ മോശ പറയാണ്, നീ വരണം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വരാം. അപ്പം മോശ പറഞ്ഞു, കേട്ടോ കർത്താവേ, 2 കാര്യങ്ങൾ മോശ പറഞ്ഞു. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞ് വിടരുത്. ഇന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ, എൻ്റെ കൂടെ, എൻ്റെ മക്കളുടെ കൂടെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ദാമ്പത്യ അസ്വസ്ഥതകളിൽ, മക്കളെ വഴിപിടിച്ച ജീവിതത്തിൽ, കർത്താവേ, അങ്ങ് വരണം, അങ്ങ് ഇടപെടണം, അങ്ങ് ശക്തി പ്രകടമാക്കണം. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മുടെ കൂടെ വരും. അപ്പോൾ വീണ്ടും ഈ മോശ പറയാ, കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. നമ്മൾ വ്യത്യസ്തരായിരിക്കും. കർത്താവ് കൂടെ ഉണ്ടോ? വ്യത്യസ്തതയായിരിക്കും. നമ്മുടെ മക്കളുടെ പഠനം, ബിസിനസ്, ജോലി, കുടുംബജീവിതം, കുടുംബത്തിലെ സ്നേഹം, അനുസരണം, ഐക്യം, സമാധാനം എല്ലാം വ്യത്യസ്തമായിരിക്കും. അതിന് കർത്താവ് നമ്മുടെ കൂടെ വേണം. ഹല്ലേലൂയ.
അപ്പോൾ ഈശോ പറഞ്ഞ പ്രാർത്ഥന ആദ്യത്തെ 3 കാര്യം: കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇനി ഈശോ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ: അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മക്കള് ദൈവത്തിനെ ആശ്രയിക്കാം, ദൈവപരിപാലന. അന്നു വേണ്ട ആഹാരം. ഈ നാളത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തിൽ എപ്പോഴും ആശ്രയിച്ച്, ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിച്ച്, ദൈവത്തെ കൂടെ നിർത്തി ദൈവത്താൽ നാം മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ അന്നു വേണ്ട ആഹാരം ദൈവം തരും. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് മന്ന ഭക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാ ദിവസത്തിനും മാത്രം എടുത്താൽ മതി, നാളത്തേക്ക് ആരും കരുതി വയ്ക്കണ്ട. എന്തുകൊണ്ടാണ്? അപ്പനെ ആശ്രയിക്കണം. അപ്പനെ ആശ്രയിച്ച് അപ്പം തരും. അപ്പനെ സംശയിക്കരുത്. അതിൽ കുറച്ച് പേരെന്ത് ചെയ്തു? കുറച്ച് കൂട്ടത്തിൽ എടുത്തു വച്ചു. വൈകുന്നേരമായപ്പോൾ അതെല്ലാം നശിച്ചു പോയി. അപ്പം മോശ പറയുക, അപ്പനെ വിശ്വാസമില്ലാത്ത ജനമായി പോയല്ലോ. എൻ്റെ മക്കളെ, ദൈവത്തെ വിശ്വസിച്ച്, ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ ഇടപെടുത്തിച്ച് മുന്നോട്ട് പോയാൽ ഞാൻ പറയും, ഒന്നിനും കുറവുണ്ടാകത്തില്ല, ദൈവം തരും. അതുകൊണ്ട് ഈ ദൈവബന്ധത്തെ ആഴപ്പെടുത്തുക. വീണ്ടും ഈശോ പറഞ്ഞ കാര്യമാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം. എൻ്റെ മക്കളെ, നമ്മൾ ക്ഷമിക്കണം. ഇന്ന് കുടുംബത്തിലൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പണിയ. ഒരു കാര്യം ഓർത്തോ, ദൈവമായ കർത്താവ് നമ്മൾ പറഞ്ഞ കാര്യമാണ് ക്ഷമിക്കണം, സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. ഇപ്പം കുടുംബജീവിതത്തിൽ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു വചനം പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ 2 അല്ല ഒറ്റ ശരീരമാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യവചനം ദൈവം പറയാ. ഇനി പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദൈവത്തോട് പറയണം, ദൈവമേ പറ്റണില്ല, അങ്ങ് ഇടപെട്, അങ്ങ് ശക്തിത, അങ്ങ് ഏറ്റെടുക്ക്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെ ഏത് അവസ്ഥയിലും ദൈവം പറഞ്ഞതിനെ അവകാശപ്പെട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഇടപെട്ടിരിക്കും. ഇനി അവസാനത്തെ 2 യാചന ഞാൻ അതിന് ഒന്നും കൂടി ശ്രേഷ്ഠ ആഗ്രഹിക്കുക. ഈശോ പറയാണ്, മക്കളെ, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. 2ാമത്തെ കാര്യം, തിന്മ, പിശാച്, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ സമൂഹത്തിൽ, ഇന്ന് ഈ ലോകത്തിൽ ഒത്തിരി പ്രലോഭനങ്ങൾ നിറയപ്പെട്ടിരിക്കുമ്പോൾ, പൈശാചിക ശക്തികൾ നിറയപ്പെട്ടിരിക്കുമ്പോൾ ഈശോ പറയുക, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇതറിയോ, ഞങ്ങളുടെ മക്കളെ പ്രലോഭനത്തിൽ വീഴാൻ എൻ്റെ ദൈവമേ ഇടയാക്കരുത്, അനുവദിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടുകെട്ടുകൾ, ലഹരിയിലേക്കുള്ള ഒത്തിരിയേറെ വലിക്കലുകൾ, സിനിമകൾ, പിന്നെ ചില വശീകരണ യന്ത്രങ്ങൾ, പല പല പ്രേമക്കുരുക്കുകൾ ഒക്കെ അടിമപ്പെടുത്താൻ അതിശക്തമായ പ്രലോഭനങ്ങൾ ഉള്ള ഈ ലോകത്തിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം, ഈശോയോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട്, യോസേപ്പ് പിതാവിനോട്, വിശുദ്ധ മിഖായിൽ മാലാഖയോട്, സ്വർഗത്തോട് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറയും, നമ്മൾ സ്വർഗത്തിൻ്റെ പൗരത്വമുള്ള മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ നിസ്സാരക്കാരില്ല. അതുകൊണ്ട് പിശാചിന്, ലോകത്തിന് നമ്മോട് ഭയങ്കരമായ ശത്രുതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ കൂടെ നിർത്തി മാത്രമല്ല സ്വർഗത്തിൽ നിന്ന് സഹായം ചോദിച്ചു വാങ്ങണം. ഞാൻ പറയും, നമ്മുടെ സഹായം വരുന്നത് ഈ ലോകത്തിൽ നിന്നല്ല, പിന്നെയോ സ്വർഗത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെക്കന ചാനലിൽ നമ്മുടെ ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷയുടെ പേരിതാണ് സഹായം സ്വർഗത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്
നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട ഒരു വലിയ സഹായം സ്വർഗത്തിൽ നിന്നാണ്. അങ്ങനെ ഞാൻ പറയും, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നിറയപ്പെട്ടു പോകണം. സ്വാഭാവികമായിട്ടുള്ള കഴിവല്ല, ദൈവം അത് തരുന്നുണ്ട്. ഞാൻ പറയും, ദൈവകൃപ. മാതാവിൻ്റെ ശക്തി എന്താണെന്നാ പറഞ്ഞ്? ദൈവകൃപ. ദൈവകൃപ നിറഞ്ഞവൾ. 2, കർത്താവ് നിന്നോട് കൂടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ശക്തിയത പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ, പിശാച് കീഴ്പ്പെടുത്താതിരിക്കാൻ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദൈവകൃപ. നമുക്കറിയാം, നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി അല്ലേ? ജനിച്ചപ്പോൾ തുടങ്ങി നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് കർത്താവ് വളർത്തിക്കൊണ്ടിരിക്കണേ? പറഞ്ഞേ. കൂദാശകളിലൂടെയാണ്. എന്താണ് കൂദാശ എന്ന് പറഞ്ഞാൽ? അദൃശ്യമായ പ്രസാദവരം, ദൈവകൃപ. ഞാൻ ഇടയ്ക്ക് പറയും, ഇടയ്ക്കൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, മാമോദിസായിൽ എനിക്ക് ലഭിച്ച ദൈവകൃപ വീണ്ടും എന്നിൽ ജ്വലിപ്പിക്കണം. എൻ്റെ മക്കളിൽ, ഭർത്താവിൽ, ഭാര്യയിൽ മാമോദിസ എന്താണ്? ദൈവത്തിൻ്റെ മകനായി, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി, സ്വർഗത്തിൻ്റെ പൗരത്വം കിട്ടി, ദൈവാലയമായിട്ട് മാറി. ഈ ഒരു അഭിഷേകമുണ്ട്, ഒരു കൃപയുണ്ട്, ഒരു ശക്തിയുണ്ട്. അത് നിറയപ്പെടാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് അല്ലേ? ഹലോ, നമ്മുടെ പരിശുദ്ധാത്മാവുണ്ടോ? ഉണ്ടോ? എത്ര പേർക്ക് ആ ഒരു ബോധ്യമുണ്ട്? എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. എല്ലാവർക്കും ബോധ്യമുണ്ട്. എത്ര പേർക്ക് ഈ പരിശുദ്ധാത്മാവുമായിട്ടൊരു ബന്ധമുണ്ട്? നമ്മൾ ആരുടെ മക്കളാ? ദൈവത്തിൻ്റെ മക്കൾ. ദൈവമക്കളാരാ? റോമേറ്റേ 34 പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ ഐക്യപ്പെടണം. എൻ്റെ മക്കളെ, മാമോദിസ സ്വീകരിച്ച നമ്മൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മക്കളാ. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതിന് സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വേണം. പരിശുദ്ധാത്മാവ് പറയണം, ഞങ്ങളെ നയിക്കണം, നിയന്ത്രിക്കണം, ശക്തിപ്പെടുത്തണം, ബലപ്പെടുത്തണം. അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടാം. ഇനി വീണ്ടും നമുക്കറിയാം, ഓരോ കൂദാശകളും അതിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം. ഇന്ന് നമുക്കൊക്കെ പറ്റിയ ഒരു വലിയൊരു പ്രശ്നം, ഞാൻ ഈ പിള്ളേരുടെയൊക്കെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ, കുടുംബ പ്രശ്നം കേൾക്കുമ്പോൾ ഞാൻ പഠിക്കും, ചോദിക്കും. ഇങ്ങനെ ചോദിക്കും, എന്തുകൊണ്ട് പറ്റി? എന്തുകൊണ്ട്? അതിലൊക്കെ കണ്ടുപിടിച്ച ഒരു വലിയ കാരണം ഈ പറഞ്ഞു തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നില്ല. 2, കൂദാശകളിലൂടെ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ശക്തി സ്വീകരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് അത് സ്വീകരിക്കാതെ പോയ നമ്മുടെ മക്കള്, അത് ഭയങ്കര ഒരു അവസ്ഥയാണ്. ഇന്ന് അനേക മക്കൾക്ക് വിശുദ്ധ കുർബാന വേണ്ട. ഒരു കാര്യം ഓർത്തോ, നമ്മുടെ ജീവിതങ്ങൾ കുർബാന വിട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ വന്നു, അമ്മയെ കൊണ്ടുവന്നേക്ക കുമ്പസാരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ അവളോടൊന്ന് സംസാരിക്കണം അച്ഛൻ. അപ്പോൾ ഞാൻ കുമ്പസാരിന് മുമ്പ് സംസാരിക്കണം. ചോദിച്ചത് പറഞ്ഞ കാര്യം, 7 വർഷമായി ആ കൊച്ചു കുമ്പസാരിച്ചിട്ട്. M.Ed കഴിഞ്ഞ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. 7 വർഷം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഈ മോളെ നീ കുമ്പസാരിക്കാത്ത? ഞാൻ എല്ലാവരും ചോദിക്കുന്ന കാര്യമുണ്ട്, ക്രിസ്ത്യാനികൾ 2 കാര്യം കൊടുത്തോ. കുമ്പസാരം, വിശുദ്ധ കുർബാന. അത് നമുക്ക് ഈശോയെ കിട്ടാനും കൃപ കിട്ടാനും ജീവൻ കിട്ടാനും. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ 6:53. ഈശോ പറയാ, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കത്തില്ല. ജീവൻ വേണോ? എന്തിനാ ജീവൻ? എൻ്റെ പൗരോഹിത്യം വളരണോ? കുടുംബം വളരണോ? മക്കൾ വളരണോ? ബിസിനസ്, പഠനം, ജോലി വളരണോ? എന്തും ഏതും വളരണോ? ജീവൻ വേണം. ജീവനില്ലാത്ത വളരില്ല.
ജീവനാത്തത് നശിച്ചു പോകും. അപ്പൊ ജീവന് വേണ്ടി ഈശോ പറയാ സത്യം സത്യമായിട്ടും, രണ്ട് സത്യം ഈശോ പറഞ്ഞ കുർബാന, യേശുവിന്റെ ശരീരം അവിടുത്തെ രക്തം പാനം ചെയ്യണം, അതില്ലെങ്കിൽ ജീവനില്ല. ഇന്ന് അനേക മക്കൾക്ക് വിശുദ്ധ കുർബാന വേണ്ട, അതിലേക്ക് ഒരുക്കുന്ന കുമ്പസാരം വേണ്ട. അങ്ങനെ പോയാൽ മക്കളെ ജീവനില്ല, അതോണെങ്കിപ്പോൾ നശിച്ചുപോകും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് ഈശോയെ സ്വീകരിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട് അത് വേണ്ടെന്ന് പറയുന്ന കൊച്ച് വളനോട് വെച്ചേ, അച്ഛാ ഞാൻ എന്തുകൊണ്ടാണ് കുമ്പസാരിക്കേണ്ടി വരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് കുർബാന സ്വീകരിക്കേണ്ടി വരുന്നത്, അച്ഛാ പറ. ഞാൻ പറഞ്ഞു അതെന്താ നീ പറ, ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ. ഞാൻ പറഞ്ഞു മോളെ, എൻ്റെ മക്കളെ, ഈ ലോകത്തിൽ വച്ച് എനിക്കും നിനക്കും ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ എന്തെന്നറിയോ? എന്താണ്? ക്രിസ്ത്യാനിയായി യേശുവിനെ സ്വീകരിച്ച് യേശുവാകുന്ന തായ്തണ്ടിൽ ജീവിക്കാൻ ലഭിച്ച ഭാഗ്യം. ഒരു കാര്യം ഓർത്തോ, മനുഷ്യരുടെ പ്രത്യേകത ഉണ്ട്. ദൈവത്തെ കൊണ്ടല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒറ്റ ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. എത്ര കിട്ടിയാലും, എത്ര കോടി കിട്ടിയാലും, എത്ര സുഖം കിട്ടിയാലും, എത്ര മദ്യം കിട്ടിയാലും, ഏത് വിദേശത്ത് പോയാലും, എത്രമാത്രം സന്തോഷം ഈ ലോകത്തിൽ കിട്ടിയാലും മനുഷ്യന് തൃപ്തി വരില്ല. കാരണം യോഹന്നാൻ 15:5 ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവമില്ലാണ്ട്, തായ്തണ്ടില്ലാണ്ട് ശാഖയ്ക്ക് അസ്തിത്വമില്ലാത്ത പോലെ ദൈവമില്ലാതെ മക്കളെ നമുക്ക് അസ്തിത്വമില്ല. അതറിയണം, അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ അറിയണം, അതറിഞ്ഞാണ്ടില്ലോ നമ്മൾ ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ ദൈവത്തിൽ നിന്നാൽ അതാണ് കൂദാശകൾ. ഈ കൂദാശകളിലൂടെ കൃപ സ്വീകരിച്ച് ദൈവത്തെ സ്വീകരിച്ച്, ഞാൻ പറഞ്ഞ ദൈവത്തെ സ്വീകരിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. നോർത്തോക്ക് നമുക്ക് ലഭിക്കുന്ന ദൈവത്തെയാണ്, യേശുവിനെ കൂടെ വസിക്കാൻ, ഉള്ളിൽ വസിക്കാൻ. അവൻ ഈശോ പറഞ്ഞേ യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമർത്ഥമായിട്ട് തരാനും വേണ്ടിയാണ്. ദൈവം തന്നെ തന്നെ തരുക. ഈശോ പറഞ്ഞു, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആ കർത്താവിനെ തന്നെ തന്ന് നമ്മെ സ്നേഹിക്കുമ്പോൾ, എൻ്റെ മക്കളെ, കർത്താവിനെ വേണ്ട, ദൈവത്തെ വേണ്ട, ജീവൻ വേണ്ട എന്ന് പറയുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, ജീവിത പങ്കാളി, ഏത് ജീവിതമാവട്ടെ അത് നശിച്ചോളും. അതുകൊണ്ട് ഇന്ന് അനേകം കുടുംബ തകർച്ചകൾ, വഴിപിഴച്ച ജീവിതങ്ങൾ കണ്ടു മടുത്ത, ഞാൻ പറയാണ്, നമ്മൾ തോൽക്കാൻ പാടില്ല മക്കളെ, നമ്മൾ തോൽക്കാൻ പാടില്ല. നമ്മുടെ ബിസിനസ് തോൽക്കാൻ പാടില്ല, നമ്മുടെ മക്കൾ തോൽക്കാൻ പാടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഭയങ്കര സങ്കടം. ഇത്രമാത്രം സാധ്യതയുള്ള, ദൈവം തന്നെ കൂടെയുള്ള, ദൈവിക ജീവൻ സ്വന്തമാക്കി ജീവിക്കാൻ സാധ്യതയുള്ള നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബങ്ങൾ പഠനത്തിൽ, ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ തോറ്റിയടക്കണം കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണം. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും കർത്താവിൻ്റെ സാന്നിധ്യം നീ വേണം. അതുണ്ടെങ്കിൽ ഒരു ബല, അതാണ് സങ്കീർത്തകൻ പറഞ്ഞ, കർത്താവാണ് എൻ്റെ ബലം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം തരും. ഇനി തരാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഒരു ആത്മീയത പ്രശ്നമൊന്നുമല്ലോ, കാര്യസാധ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. രോഗശാന്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കല്യാണം, വിവാഹം, മക്കള്, വിദേശത്ത് OET പാസ്സായി, വിദേശത്ത് പോയി, ഇതൊക്കെ നമ്മുടെ അനുഗ്രഹം. മക്കളെ, നമ്മുടെ അനുഗ്രഹം എന്താണ്? നമ്മുടെ അനുഗ്രഹം എന്താണ്? പറ. നമ്മുടെ അനുഗ്രഹം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക.
ആ ദൈവത്തെ വിളിച്ചിടപെടുത്തിക്കുക. ആ ദൈവത്തെ വിളിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അത്യുന്നതനായ ദൈവം, സർവാധിപൻ, സർവശക്തൻ, ആ ദൈവത്തെ വിളിച്ച് കൂടെ നിർത്ത്. പ്രലോഭനം വരും. അതാണ് ഈശോ പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിക്കണം. അവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത വിവേകമതി. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, ആഞ്ഞടിച്ചു, വീണില്ല. ആ വീട് വീണില്ല. അത് പാറമേൽ ഉറപ്പിച്ചതാ. അല്ലാണ്ട് പണിയാം. ദൈവമില്ല, ഉദാശയില്ല, വചനമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവബന്ധമില്ല. അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ച് എന്താ പറഞ്ഞ? മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷൻ. അവിടെ എന്തുണ്ടായി? മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റൂതി, അത് ആഞ്ഞടിച്ചു. ഒരു കാര്യം ഓർത്തോ, എവിടെ പണിതാലും മഴ പെയ്യും, വെള്ളപ്പൊക്കം ഉണ്ടാവും, കാറ്റൂതും, ആഞ്ഞടിക്കും. പക്ഷേ ഒന്ന് വീഴും, ഒന്ന് വീഴില്ല. നമ്മൾ വീഴാൻ പാടില്ല. കർത്താവാകുന്ന പാറമേൽ, കർത്താവാകുന്ന സർവാധിപന്റെ മേൽ, കർത്താവാകുന്ന സർവശക്തന്റെ മേൽ, സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കൾ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിന്റെ മക്കൾ, നമ്മൾ നിസ്സാരക്കാരല്ല മക്കളെ. പക്ഷെ ജീവിക്കണം, ജീവിക്കണം. ഈ ജോഷുവ പിന്നീട് തോൽക്കുന്നുണ്ടല്ലേ? ജോഷുവ, ഹലോ, ജോഷുവ തോറ്റു. ജോഷുവ പുസ്തകം 7-ാം അധ്യായത്തിൽ ആ ഈ പട്ടണത്തിന് മുമ്പിൽ തോറ്റ് തുന്നാൻ പാടി അവിടെ കമഴ്ന്നു കിടക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വാഗ്ദാന പേടത്തിന് മുമ്പിൽ തോറ്റ് കിടക്കുക. ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞേ? ജോഷുവ, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് കൈവശപ്പെടുത്തി, എൻ്റെ കൽപ്പന ലംഘിച്ചു, എൻ്റെ ജനം പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ആ 7-ാം അധ്യായത്തിൽ 10 മുതൽ വചനം വായിച്ചു നോക്കണം. 7-ാം അധ്യായം 1 മുതൽ തിരുവചന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നത്, അതായത് എൻ്റെ കൽപ്പന ദൈവം പറഞ്ഞു ചെയ്യരുത്. ദൈവം പറഞ്ഞു ചെയ്യരുത്. എൻ്റെ മക്കളെ, ദൈവം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ ചെയ്താൽ ഒറ്റ പ്രശ്നമുള്ളൂ, ദൈവം കൂടെ ഉണ്ടാവില്ല. മദ്യപിക്കരുത്, കൊലപാതകം ചെയ്യരുത്, വ്യഭിചരിക്കരുത്, പച്ച കുത്തരുത്, മിശ്രവിവാഹം അരുത്, ഒത്തിരി ചെയ്യരുത് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവം നമുക്കറിയാം, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാ. കണ്ണി കണ്ടവന്മാരെ ജീവിക്കാൻ പാടില്ല. നമുക്ക് നിയമമുണ്ട്, കൽപ്പനയുണ്ട്, ഒരന്തസ്സുണ്ട്. അതുകൊണ്ട് തോന്നിയ മാതിരി വെള്ളടിച്ചും ജടിക പാപം ചെയ്തും ജീവിക്കാൻ പാടില്ല. അതിനുവേണ്ടി ദൈവമക്കൾക്ക് ദൈവം നിയമങ്ങളുണ്ട്. അന്തസ്സോടെ ജീവിക്കാൻ, മക്കളെ പോലെ ജീവിക്കാൻ അതനുസരിക്കണം. അത് അനുസരിക്കാതെ പോയാൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തേക്കണം. ഇത് രണ്ട് ചെയ്തില്ലെങ്കിൽ അത് നിഷിദ്ധമാണ്. അങ്ങനെ സംഭവിച്ചാൽ കർത്താവ് പറയാ, നിഷിദ്ധ വസ്തു ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇന്ന് ഞാൻ അച്ഛൻ്റെ ഈ ശുശ്രൂഷക്കിടയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നവർക്കിടെ അറിയാൻ പറ്റും, കടങ്ങളുടെ പൊറുതി എന്ന് പറഞ്ഞൊരു ശുശ്രൂഷ തുടങ്ങി അച്ഛടക്കി. കടങ്ങളുടെ പൊറുതി. അതിനോടൊക്കെ എന്നോട് മെസ്സേജ് ഇട്ടു, അച്ഛൻ മഞ്ഞുമേൽ വണ്ടിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരൊക്കെ നമ്മുടെ ശുശ്രൂഷ പങ്കെടുക്കുന്നവരാ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷയിൽ. അതിൽ ഒരു പോയിന്റ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ദൈവം തന്നു, കടങ്ങളുടെ മേഖല. കടം എന്തറിയോ? ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ കടം. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടം. അത് കുടുംബത്തിലുണ്ട്, വ്യക്തി ജീവിതത്തിലുണ്ട്, പാരമ്പര്യത്തിലുണ്ട്. അതിൻ്റെ ശാപം, അതിൻ്റെ പൈശാചികത മക്കളെ, കുടുംബത്തെ, ജോലിയെ, പഠനത്തെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കളെ, ഈ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ ക്രമപ്പെടുത്തണം. 2 ദിനവൃത്താന്തം 27-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയതിനാൽ യോധാം പ്രബലനായി. ഹല്ലേലൂയ. നമുക്കൊരു പ്രാബല്യമുണ്ട്, നമുക്കൊരു ശക്തിയുണ്ട്, നമുക്കൊരു സ്ഥാനമുണ്ട്, നമുക്കൊരു മഹത്വമുണ്ട്. അത് എങ്ങനെയാണ് കൈവരിക്കുന്നത്? കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിതത്തെ
ക്രമപ്പെടുത്തണം. അതിനു വേണ്ടിയ സുവിശേഷ മഹോത്സവങ്ങൾ. മാനസാന്തരപ്പെടുവിൻ, പശ്ചാത്തപിക്കുവിൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവിൻ. അതാണ് വിലാപങ്ങൾ പുസ്തകം വായിച്ചു നോക്കണം. വിലാപങ്ങൾ പുസ്തകത്തിൽ ദൈവത്തെ വിട്ടുപോയ ജനം നശിച്ച് തകർന്ന് ഒത്തിരി ദുരന്തങ്ങൾ, ദാരിദ്ര്യം, കട്ടപ്പാട്, പ്രവാസം എല്ലാം കൊണ്ട് നശിച്ചു. അവസാനം 5-ാം അധ്യായത്തിൽ ഇത് പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ, നിങ്ങളുടെ ജീവിതങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബത്തെ, കർത്താവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ എന്ന് പറയാ. ഞങ്ങളുടെ ദിനങ്ങളെ പണ്ടത്തേതുപോലെ ആക്കണമേ. പണ്ടത്തേതുപോലെ ദൈവക്കൂടെ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി അനുഭവിക്കുന്ന ദിനങ്ങളുണ്ട്. ദൈവം കൂടെ നിന്നപ്പോൾ, ദൈവം യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. നോക്കിക്കോ, ദൈവം എപ്പോൾ കൈവിട്ടോ അപ്പം തോറ്റു. ദൈവം കൂടെ ഉണ്ടോ നമ്മെ തോൽപ്പിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിമിഷം കണ്ണടയ്ക്കാം.